അമേരിക്കൻ രാഷ്ട്രീയത്തെ പറ്റി നമ്മളൊന്ന് വിശകലനം ചെയ്തു. പിന്നെ സാറിന്റെ വായനകൾ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനം, ഇതൊക്കെ പറഞ്ഞു. മറ്റ് സംഘടനകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? പ്രാവർത്തി എന്താണ് അതിന്റെ ഏതെങ്കിലും റോളുകളോ? എനിക്ക് തോന്നുന്നു IAPC ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബ്. ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ IAPC-യുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കൂടുതൽ ഉള്ള ചർച്ചകളിൽ മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള ഒരു ഇടപെടലിനും അല്ലെങ്കിൽ അവരുമായിട്ട് ചർച്ച ചെയ്യാനും പുതിയ മാധ്യമ രീതിയിലുള്ള ക്രമീകരണങ്ങളെ പറ്റിയൊക്കെ അറിയാനൊക്കെ ഉള്ളൊരു ഒരു താല്പര്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഞാൻ ഇടപെടുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് വൈസ്മെൻസ് ക്ലബ്ബാണ്. YMCA-യുടെ ഒരു അഫിലിയേറ്റഡ് സംഘടനയാണ്. അത് ആക്ച്വലി 103 വർഷം മുമ്പ് ടൊലീഡോ, ഒഹായോയിൽ ഉണ്ടായ ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടായിരുന്നു. ഒരു ബേസ്ഡ് ഓൺ ക്രിസ്ത്യൻ വാല്യൂ, ബട്ട് എല്ലാ സെക്കുലർ രീതിയിൽ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മലേറിയ നിർമ്മാർജ്ജനം, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു 3 വർഷം അതിൻ്റെ ഇന്റർനാഷണൽ PR ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. അപ്പം അതിൻ്റെ കൺവെൻഷനിലൊക്കെ പോകാറുണ്ട്. ഒത്തിരി നല്ല മനുഷ്യന് നന്മ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ചെറിയ ചെറിയ സംഘടനകളാണ്. അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ഒരു ചെറിയ ഒരു സ്പേസ് ആണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് കഴിവതും മറ്റുള്ളവരുമായിട്ടൊക്കെ ചേർന്ന് പോവുകയും മറ്റുള്ളവരുമായിട്ടൊക്കെ പിന്നെ നമ്മുടെ മുമ്പിൽ ഒരു ചൂഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിരൽ ഉയർത്താനും ശബ്ദം ഉയർത്താനും ഒക്കെ ഉള്ള ഒരു രീതിയാകുമ്പോൾ ഒത്തിരി ശത്രുക്കളുണ്ടാവും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ മനുഷ്യനെ എങ്ങനെയെങ്കിലും നന്മകൾ ചെയ്തു പോവുക ഉള്ളൊരു ചെറിയ ആശ മാത്രം നമ്മൾ മുമ്പോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പ്രതികരിക്കുന്ന മനുഷ്യനാണല്ലേ? പ്രതികരിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. നമ്മൾ ഒഴിവായി പോകുമ്പോൾ ആരും നമ്മളെ വളരെ നല്ല മനുഷ്യനായിട്ട് പറയും. നമ്മൾ എന്തെങ്കിലും എഴുതുകയും വിരൽ ചൂണ്ടുകയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. അപ്പം ഒറ്റപ്പെടും. നമ്മളെ മനഃപൂർവ്വം അറിയാത്ത പല ആരോപണങ്ങൾ വരും. അതൊക്കെ നേരിടുക, അതൊക്കെയാണ് മനുഷ്യത്വം. അപ്പോൾ കാർട്ടൂണിസ്റ്റ്, രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെ, മാധ്യമ പ്രവർത്തകൻ, പിന്നെ എഴുത്തുകാരൻ, അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്വന്തം ജോലി മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഒരു കുടുംബനാഥനാണ്. ഇതല്ലാതെ വേറെ എന്തെങ്കിലും റോളുകളുണ്ടോ വേറെ ഏതെങ്കിലും ഫീൽഡില്? ഞാൻ എൻ്റെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എഴുത്തും വായനയും പിന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ജീവിതത്തിൽ. നമുക്കൊരു സായുജ്യമുള്ളൊരു കാര്യം യാത്രകളാണ്. യാത്രകൾ കുറേ രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തു. എനിക്ക് തോന്നുന്നു യാത്രാ വിവരണം എഴുതുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ചില യാത്രകൾ ഇനി കുറെ എഴുതാൻ കിടക്കുന്നു. ഞാനിപ്പം ഇനിയിപ്പം എനിക്കൊന്ന് സർവീസിൽ നിന്നും വിരമിച്ചതിന് ശേഷം കുറേ യാത്രകളുടെ പിന്നെ തയ്യാറെടുപ്പുകളിലാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. അപ്പം ഒറ്റപ്പെട്ട യാത്രകൾ ചെയ്യുക, പിന്നെ നോർത്ത് ഇന്ത്യയിലെ പല യാത്രകൾ ചെയ്തു, അതുപോലെ യൂറോപ്പിലും കുറേ യാത്രകൾ ചെയ്തു. അപ്പോൾ അങ്ങനെ യാത്രകളുടെ ഒരു അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ കുറേ ശേഖരം നമ്മുടെ കയ്യിലുണ്ട്. ഇതൊന്നും എഴുതാൻ തുടങ്ങിയിട്ടില്ലല്ലോ, നേരം കിട്ടിയിട്ടില്ല. പിന്നെ ചിത്രരചനയാണ് എനിക്കൊരു പ്രധാനമായിട്ടും മനസ്സിലുള്ള ഒത്തിരി സങ്കല്പമുണ്ട്. പിക്കാസോ ആണ് നമ്മുടെ ഒരു ഐഡിയലായിട്ട് നമ്മൾ ഒരു ആർട്ടിസ്റ്റായിട്ട് മനസ്സിൽ കാണുന്നത്. ചില സങ്കല്പങ്ങൾ, ചില രൂപങ്ങൾ, സാദൃശ്യങ്ങൾ, അതൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അത് ക്യാൻവാസിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. അതിൽ കുറെ കൂടെ ശ്രദ്ധിക്കുക, കുറെ കൂടെ എഴുതുക, കുറെ കൂടെ യാത്ര ചെയ്യുക, അതൊക്കെയാണ് സന്തോഷമായിട്ടുള്ള കാര്യം. പുരസ്കാരങ്ങൾ, അംഗീകാരങ്ങൾ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ ചുരുക്കി? എഴുത്തിനെ പറ്റി എനിക്ക് പിന്നെ ഈ മലയാളി എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടല്ലോ ഇവിടുന്ന് ന്യൂയോർക്കിൽ നിന്നുള്ള, അതിപ്പോൾ അവരുടെ ഒരു പിന്നെ പോപ്പുലർ റൈറ്റർ എന്ന് പറഞ്ഞ അവാർഡാണ് ആദ്യമായിട്ട് ലഭിച്ചത്. അത് ഞാൻ ഫൊക്കാനയുടെ ഒരു അവാർഡ് ലഭിച്ചു. IAPC-യുടെ ഒരു മാധ്യമ പ്രവർത്തനങ്ങളുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കലാവേദിയുടെ ഒരു പുരസ്കാരം ലഭിച്ചു. അപ്പം അങ്ങനെ കുറച്ച് അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അംഗീകാരങ്ങൾ എഴുതാനുള്ള നമുക്ക് കൂടുതൽ ഉത്തേജനമുള്ളത്. നാട്ടിലെ എവിടെയാണ് കോളേജിൽ? ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ് ജനിച്ചത്. പന്തളത്താണ് എൻ്റെ ലാൻഡ് എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ ഞാനൊരു കുട്ടനാടനാണ്. കുടുംബമൊക്കെ എവിടെയാണ്. പന്തളം NSS കോളേജിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം അബുദാബിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ന്യൂയോർക്കിലേക്ക് പോകുന്നത് 91-ൽ ഗൾഫ് വാറ് തുടങ്ങിയ ആ സമയത്ത് അത് ലാസ്റ്റ് ഫ്ലൈറ്റ് പിടിച്ച് ഇറ്റലിയിൽ വന്ന് ചാടി. അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് ഒരു വിധത്തിൽ സംഘടിപ്പിച്ച് ന്യൂയോർക്കിലേക്ക് പോകുന്നൊരു മനുഷ്യനാണ്. ഇവിടെ വന്നപ്പോഴാണ് അറിയണത് പിന്നെ ബുഷ് കുവൈറ്റിൽ വാറ് ആക്രമിച്ചു എന്നുള്ള വാർത്ത ലഭിക്കുന്നത്. 30 വർഷം നീണ്ട അമേരിക്കൻ പ്രവാസത്തില് ഏതെങ്കിലും ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ
അനുഭവിച്ച എന്തെങ്കിലും എന്താണ് അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ ഏർലി 90s ന്യൂയോർക്കിലെ ഹാളത്തിൽ കുറച്ചു കാലം എനിക്ക് സിറ്റിയിലെ ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സിറ്റി സർവീസിൽ ഞാൻ പോകുമ്പോൾ പിന്നെ ട്രെയിൻ എടുത്ത് 125 സ്ട്രീറ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് 2-3 ബ്ലോക്ക് നടന്ന് വേണമായിരുന്നു ഓഫീസിലേക്ക് പോകേണ്ടത്. ആ പോകുന്ന യാത്രകൾ എന്ന് പറയുന്നത് എൻ്റെ ജീവൻ പണയം വെച്ചിട്ടുള്ള യാത്രകൾ. കാരണം ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ട്. കാരണം എപ്പോഴാണ് വെടി വരുന്നത് അറിയത്തില്ല. ആ കണ്ടീഷനിൽ ന്യൂയോർക്ക് സിറ്റിയിലെ അപ്പർ മൻഹാട്ടനിൽ വളരെയധികം ക്രൈം ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു 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 സാഹചര്യമാണ്. അപ്പോൾ അത് മിക്കവാറും അങ്ങോട്ട് പോകുമ്പോഴൊക്കെ പല പോലീസുകാരും ആൾക്കാരെ ഇങ്ങനെ ഗൺ വെച്ചിട്ട് ഭിത്തിയിലോട്ട് നിരത്തി വെച്ചിട്ട് അറസ്റ്റ് ചെയ്യുന്നത് അതൊക്കെ കണ്ടുകൊണ്ടാണ് ഈ പോകുന്നത്. അപ്പം ശ്വാസം പിടിച്ച് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് അങ്ങനെ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രില്ലിട്ട ഓഫീസ് റൂമുകൾ. അപ്പോൾ അതിനകത്ത് തിരിച്ചു പോരുമ്പോൾ ഉച്ചക്കൊന്നും വെളിയിൽ ഇറങ്ങി നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ആൾക്കാർ ഒന്നിച്ച് ബിൽഡിങ്ങിന് ചുറ്റും നടക്കും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പാക്ക് ചെയ്ത് എല്ലാവരും കൂടെ ഒന്നിച്ചൊരു 3-4 പേര് ഒന്നിച്ച് വേണം പോകാൻ എന്നൊക്കെയുള്ള ആ ഒരു ധാരണയിൽ പോയൊരു കാലഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ട് വന്ന ജൂലിയാനി മേയറായി കഴിഞ്ഞപ്പോഴുള്ള ആ നഗരം എങ്ങനെ മാറുന്നു എന്ന് ഞാൻ നേരിട്ട് കണ്ട ആണ്. ഒരു ഒരു പിന്നെ അദ്ദേഹത്തെ ഏത് രീതിയിൽ പിന്നെ പറഞ്ഞാൽ ജൂലിയാനി ആ ന്യൂയോർക്ക് സിറ്റി കംപ്ലീറ്റ്ലി ടേൺ അറൗണ്ട് ചെയ്തു. ഒരു 2-3 വർഷത്തിന് ശേഷം ഇത്ര മനോഹരമായ ഒരു ഹാളത്തിലേക്ക് ആ ഒരു സിറ്റിയെ കൊണ്ടുവരാനായിട്ട് ഒരാളുടെ നിശ്ചയദാർഢ്യം കൊണ്ട്, ഒരു മേയറുടെ നിശ്ചയദാർഢ്യം കൊണ്ട് ആ ക്രൈം എല്ലാം ക്ലീൻ ആക്കി വളരെ സന്തോഷമായ ഒരു നല്ലൊരു സമ്പുഷ്ടമായ ഒരു സിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് ഞാൻ കണ്ടതാണ്. അപ്പം ഒരാളുടെ നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ പലതും ഈ അമേരിക്കയിൽ ഇന്നും നടക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ജൂലിയാനി. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മേയറാണ്. ഏതായാലും നമ്മൾ എന്താണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുവിധം പല മേഖലകളും നമ്മൾ ടച്ച് ചെയ്ത് സംസാരിച്ചു. എങ്കിലും കുറെ കൂടി ചോദ്യങ്ങളും ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സാറിന്റെ പരിമിതി പോലെ നമുക്ക് പിന്നീട് ഒരവസരത്തിലേക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ മാറ്റിവെക്കാം. എന്തായാലും നമുക്ക് ഇത് അഭിമുഖം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ ഈ പറഞ്ഞ എനിക്ക് ആദ്യമായിട്ട് ഞാൻ പലരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തു. എനിക്ക് ഒരു 10-50ഓളം ഞാൻ ചെയ്ത ഇന്റർവ്യൂകൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. ഇപ്പൊ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് എൻ്റെ ആദ്യ ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സെൽഫ് ഇവാലുവേഷൻ നടത്താനുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടായി. നോബിള് അതിനെ എടുത്ത ഒരു സന്ദർഭവും അതിനുള്ള നിശ്ചയദാർഢ്യവും ഒക്കെ എടുത്തുകൊണ്ട് ഇത്ര ദിവസം നമ്മളിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്തു, പല ടൈം സ്കെഡ്യൂളൊക്കെ ചെയ്തു, എന്നിട്ടും ഇത് നടപ്പിലായത് വളരെയധികം സന്തോഷമുണ്ട്. വളരെയധികം നന്ദി. വളരെയധികം നന്ദിയോടെ ഞാൻ ഈ നിമിഷങ്ങളെ കാണുകയാണ്. ഈ അഭിമുഖം അനുവദിച്ചു തന്നതിന് പ്രത്യേകം നന്ദി. വീണ്ടും മറ്റൊരു അവസരത്തിൽ കൂടുതൽ ചർച്ച ചെയ്യാം, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.